മൂടിപ്പത്രം കൊണ്ട് അടിക്കേണ്ട പറ്റത്തില്ല. ചേച്ചി മാറി. വട്ടം പിടിക്കുന്നത് അങ്ങനെയൊന്നും പറ്റൂല. അങ്ങക്ക് മാത്രം ഉണ്ടായതാണ്. ചേച്ചി അങ്ങനെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ചോ. ചേച്ചിക്ക് ഈ പിള്ളേർ നന്നാവണമെന്നില്ലല്ലോ. ചേച്ചിയുടെ മകള് മാത്രം എപ്പോഴും നന്നായാൽ മതി. എന്ത് ഭാഗ്യത്തിന് ആ കൊച്ചിന് ചേച്ചിയുടെ ആങ്ങളുടെ ബുദ്ധി കിട്ടി. ഇതുങ്ങൾക്ക് രണ്ടിനും ചേച്ചിയുടെ ബുദ്ധി മണ്ടി പിള്ളേര് പൊട്ടകള്. എന്റെ ബുദ്ധിക്ക് എന്താ കുഴപ്പം? ചേച്ചിയുടെ ബുദ്ധിക്ക് എന്താ കുഴപ്പം? ചേച്ചി എത്ര വർഷം തോറ്റിരുന്ന 10 വരെ എത്തിയത് 10ാം ക്ലാസ്സും തോറ്റ്. ആ ബുദ്ധിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതൊന്നും നീ ഇവിടെ പറയേണ്ട കാര്യമില്ല ലില്ലി. അത് പറയാം. നീ ചേച്ചി വിടന്നേ. അവക്കിട്ട് ഞാൻ ശരിയാക്കിക്കോളാം. അവളെ തല്ലണ്ട. എന്ത് തല്ലണ്ടെന്ന് ചേച്ചി അങ്ങോട്ട് കിട്ടിയ അവളെ തല്ലില്ല. നീ ഇങ്ങനെ സാരിയും ചുറ്റിയേ ഈ മാമിനെ കണ്ട് പഠിക്കാനാണെങ്കിൽ വല്ല തയ്യൽ ക്ലാസ്സിനും പോ. എന്തിനാ വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് മാസം തോറും ഫീസ് അടക്കാൻ ഞങ്ങളുടെ കഷ്ടപ്പെടുവാ. ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ നോക്കാം അവളുടെ പോകത്ത് കേറിപ്പോ. ബാക്കി ഞാൻ അവിടെ വന്നിട്ട് വരാം. മാറിയിച്ചു ചെല്ല്. പോ. എന്ത് ഇനിയും മാമിയുടെ കൂടെ പോണം. അപ്പൊ ചെല്ല് പോ. ബാക്കി ഞാൻ അവിടെ വന്നിട്ട് തരാം. ഇതാരുടെ ചേച്ചിയുടെ അല്ലേ ഇന്ന് ഫുഡ്? ശ്രേഷ്ഠ വനിത തോറ്റ ആളാണല്ലേ. താഴെ ടീച്ചർ കുട്ടി പറഞ്ഞപ്പോ എന്തോ ഒരു പുക അടിച്ചത്. ക്ലാസ്സിൽ മിടിക്കായിരുന്നു, പാട്ടിന് ഫസ്റ്റായിരുന്നു. മോശം വെള്ളിപ്പടിൻ്റെ ഒരു കലിപ്പേ. പിള്ളേർ കയറണ്ട, ആ കലിപ്പ് നമ്മളെ ബാധിക്കും. മാമി പിന്നെ അമ്മയും സുലു ആന്റിയും കൂടി ഇല്ലേ, അവിടെ നിന്ന് മാമിയെ കുറിച്ച് നല്ല കുറ്റം പറയുന്നുണ്ട്. എവിടെ ഇരുന്ന്? തോന്നുന്നു അവിടെ അടുക്കളയിരുന്ന്. സുലു ചേച്ചിയാ? ആ. മാമിനെ പറ്റി എന്ത് കുറ്റം പറയുന്നു? അറിയത്തില്ലേ, മാമി പഠിക്കത്തില്ലെന്ന്. മാമി പൊട്ടയാന്നൊക്കെയാ പറയുന്നത്. അമ്മയോ? ആ. മക്കള് പൊക്കോ. പിന്നെ നിന്നെ അടിച്ചാ? ഞാൻ അവിടെ കിടക്കുമായിരുന്നു. ആണോ? എന്നാ പൊക്കോ, ഞാൻ നോക്കട്ടെ. എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അമ്മാതിരി ഞാൻ അടിച്ച് പൊളിച്ചേനെ. ചേച്ചി എങ്ങനെയാണ് കിട്ടണ്ടേ ഒന്ന്? ചേച്ചി ഇങ്ങനെ ഒരു വട്ടം നിൽക്കുവാണ്. അവളെ ഇടവും വലവും വിടത്തില്ല. എന്നിട്ട് ഏതാണ്ട് ഞാൻ കൊല്ലാൻ പോണ പോലെ പിള്ളേർ ചെയ്യണ പണിയാണ് ചേച്ചി അവള് ചെയ്യണത്. ഏതെങ്കിലും പിള്ളേർ ചെയ്യും. ഞാൻ എന്നും ചോദിക്കും ചേച്ചി ഡയറി എവിടെ. അപ്പൊ അവൾ എന്താണെന്നറിയാ പറയുന്നത്? ടീച്ചർ അവിടെ വാങ്ങിച്ച് വെച്ചേക്കാണെന്ന്. അവളുടെ ബുദ്ധി ഒന്ന് ആലോചിച്ചേ. ചേച്ചിയാണ് എന്ത് ചെയ്യും? അല്ല ചേച്ചിയാണെങ്കിൽ അടിക്കത്തില്ലേ? സത്യം പറഞ്ഞ വഴി വെച്ചൊക്കെ കണ്ട് ടീച്ചർമാര് പറയാന്ന് പറഞ്ഞ അതാ പേപ്പർ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണ്. അപ്പൊ അവള് എത്രക്കാരിയാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് പറയണ്ടേ? പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവര് പറയണത് ഞാൻ ഏതാണ്ട് കൊല്ലാൻ പിടിക്കണ പോലെയാണെന്നാ. അവള് പേടിച്ചിട്ടായിരിക്കും ലില്ലി സമാധാനമായിട്ട് ചോദിച്ചു നോക്കാത്തത്. ഇവളോടൊക്കെ സമാധാനമായിട്ടാ എന്റെ ചേച്ചി. ഇവളോടൊന്നും സമാധാനമായിട്ടൊന്നും പെരുമാറാനൊന്നും പറ്റത്തൊന്നുമില്ല. അത്രക്ക് വിളവ് തിരിഞ്ഞ പിള്ളേരാണ്. ദേഷ്യം വന്ന് എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിലില്ല സത്യമായിട്ട് ഞാൻ ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വെറുതെ വന്നത്. ചേച്ചി എന്തിനാ ഒളിഞ്ഞു നിൽക്കുന്നത്? ഒളിഞ്ഞു നോക്കാന്ന് വന്നല്ല, ഞാനിത് കൂടി പോയതാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരത്തല്ലേ ഉള്ളു. ഇതിന് പറയണത് ഒളിഞ്ഞോട്ട് വന്നാ. ഒളിഞ്ഞു നോക്കാനാണെങ്കിൽ കണക്കായി പോയി. നീയും സുൽ ചേച്ചിയും കൂടി എന്റെ കുറ്റം പറയായിരുന്നില്ലേ? ചേച്ചി കേട്ടാ കുറ്റം പറയുന്നത്? ഞാൻ കേട്ടു. അല്ല ഞാൻ ചോദിക്കട്ടെ, കുറ്റം പറഞ്ഞാൽ തന്നെ എന്താ തെറ്റുള്ളത്? ഉള്ള കാര്യമേ ഞാൻ പറയത്തുള്ളൂ. എന്ത്? ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞതാ. സത്യമല്ലേ അത്? ചേച്ചി പഠിക്കത്തില്ലായിരുന്നു. ഞാൻ പഠിക്കില്ലെന്ന് നീ തീരുമാനിച്ചാ മതിയോ? അയ്യോ, അപ്പൊ തങ്കത്തിന് പഠിത്തമില്ലേ? ഇല്ല. പിന്നെ ഇതിനെ പെൺപുള്ളിയിലൊക്കെ നല്ല അത് ഇവിടെ ഉള്ള പെണ്ണുങ്ങൾക്ക് ബോധം ഇല്ലാഞ്ഞിട്ട് കയറ്റി പിടിച്ചിരുത്തിയിരിക്കല്ലേ.